ഹലോ, ഇന്ന് വോട്ടുള്ള ദിവസത്തെ ഒരു മോർണിംഗ് സ്റ്റഡി വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ല് തേക്കലൊക്കെ കഴിഞ്ഞ് ചായ ഇടലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ ചായ ഇടുന്ന നേരം അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന നേരം ഇതുപോലെ ഫോൺ അവിടെ വെച്ചിട്ട് ക്ലാസ് കേട്ടിട്ടാണ് കേട്ടോ പഠിക്കാറ്. അപ്പോൾ രാവിലെ ചായയുടെ ഒപ്പം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ SCRTയും പഠിക്കാമെന്ന് വിചാരിച്ചു. ഇനി എനിക്കാകെ 2 ചാപ്റ്റർ ഉള്ളൂ കേട്ടോ. അത്രയും സന്തോഷത്തിലാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചു, ഇനി ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ SCRT കംപ്ലീറ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ റിവിഷൻ ചെയ്ത് വരണം. അപ്പോൾ രാവിലെ ആ ഒരു പണി കഴിഞ്ഞ ശേഷം പിന്നെ അടുക്കളയിൽ പണികൾ ചെയ്യാൻ പോവാണ് കേട്ടോ. ദോശ ചൂടുന്നുണ്ട്, കറികളൊക്കെ ഇന്നലെ ചിക്കൻ കറി വെച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. ഇന്നിപ്പോൾ രാവിലെ കുറച്ചേ പഠിച്ചുള്ളൂ കേട്ടോ. ഒരു ചാപ്റ്റർ മാത്രമേ പഠിച്ചുള്ളൂ. കാരണം രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോകാമെന്നുള്ളതിലാണ്. ഒരു 8:30 ആകുമ്പോൾ വോട്ട് ചെയ്യാൻ പോകണം എന്നുള്ള ഒരിതിൽ വേഗം പണിയൊക്കെ ഒരുക്കി കേട്ടോ. അടിക്കൽ തുടക്കലെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ശരി, ഞാൻ ഇനി വോട്ടൊക്കെ ചെയ്ത് വന്ന ശേഷം പഠിക്കാം. സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ്. അങ്ങനെ സ്കൂളൊക്കെ എത്തി, വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു. വേഗം തന്നെ വന്നു കേട്ടോ. അരമണിക്കൂറിൽ കഴിഞ്ഞു, കാരണം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീടെത്തിയതും പിന്നെ പഠിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ടൈം ടേബിൾ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, തിരക്കിൽ മറന്നുപോയതാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ടൈം ടേബിൾ ഇടാതെയാണ് SCRT രാവിലെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ടൈം ടേബിൾ ഇടാമെന്ന് വെച്ചിട്ട് ടൈം ടേബിളൊക്കെ ഇട്ട് എഴുതി കറക്റ്റായി എഴുതി പഠിക്കുകയാണ്. അങ്ങനെ എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ടൈം ടേബിളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ടിരുന്ന് പഠിക്കണം കേട്ടോ. അതിൽ ന്യൂ SCRT പഠിച്ചതാണ്. എന്നാലും നമ്മൾ ടൈം ടേബിൾ ഇടുമ്പോൾ അത് എഴുതണമല്ലോ. ഇനിയിപ്പോൾ ഒരു ചാപ്റ്ററും കൂടിയുള്ള അത് ഈ സമയത്ത് ഇരുന്ന് പഠിക്കണം. അതിനുശേഷം ബാക്കിയുള്ളത് കാണാമെന്ന് വെച്ചിട്ടാട്ടോ. ഈ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടാട്ടോ നോക്കാറ്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ യൂട്യൂബിൽ വീഡിയോസാണ് നോക്കാറ്. അതിനുവേണ്ടി ബുക്കൊന്നും എടുത്ത് നോക്കാറില്ല. ബുക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ ഞാൻ ആ ബുക്കൊക്കെ കുറേ നോക്കി കഴിഞ്ഞതാട്ടോ. അതുകൊണ്ട് ഇപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ എൻട്രി, അതേപോലെ തന്നെ സൈലം, അങ്ങനെ അവരുടെ ആ ഒരു വീഡിയോസൊക്കെയാണ് ഞാൻ കാണാറ്. അതിനുശേഷം ഞാൻ SCRT നമുക്കിനി ഒരൊറ്റ ചാപ്റ്ററേ ഉള്ളൂ ബാക്കി. അപ്പോൾ അതുകൂടി അങ്ങോട്ട് പഠിച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയ ഒരു ആശ്വാസമായി. ഇനി സോഷ്യൽ സയൻസിലാട്ടോ ഒരുപാട് കിടക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് LGSനുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഞാൻ സോഷ്യൽ സയൻസിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു LDC ലെവലിൽ ഒരു 10th ലെവൽ എക്സാമൊക്കെ എഴുതണമെങ്കിൽ കുറച്ചുകൂടി ജോഗ്രഫിയിലൊക്കെ ഒരുപാട് ചാപ്റ്റർ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാനുണ്ട് കേട്ടോ. മെയിനായിട്ട് കമ്പനി ബോർഡ് LGS ആണ് ഞാൻ നോക്കുന്നത്. പക്ഷെ നമുക്ക് VFAയും അതുപോലെ BUCO-LD ഒക്കെ വരുന്നതുകൊണ്ട് അതുകൂടി നോക്കണമല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ ഇനിയിപ്പോൾ അതായിരിക്കും എടുത്ത് പഠിക്കുക കൂടുതൽ. ഇത് റിവിഷനായിട്ട് ഇടയിലൂടെ കൊണ്ടുപോകുക, അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഒരു വീഡിയോയുടെ താഴെ ഒരാൾ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു SCRT ബുക്ക് ഏതാണ് ഞാൻ പഠിക്കുന്നതെന്ന്. പഴയ SCRT ആണെങ്കിൽ ലക്ഷ്യയുടെ സ്കൂൾ ടൈം എന്ന് പറയുന്നതാണ്. അതിൽ സോഷ്യൽ സയൻസും സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ അതെല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് പഠിക്കുക. ഹിസ്റ്ററി, അങ്ങനെ 4 എണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത്. 4 എണ്ണം തന്നെയാണ്. അപ്പോൾ അതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പഴയത് പഠിക്കാനായിട്ട്. പിന്നെ പുതിയത് ആദ്യം ഇറക്കിയത് പള്ളിക്കൂടം, PSC പള്ളിക്കൂടത്തിൻ്റെ ആ ഒരു 2 ബുക്ക്, ഒരു ഓറഞ്ചും ഒരു ബ്ലൂ കളറായിട്ട് ബുക്ക് ഉണ്ടല്ലോ, സോഷ്യൽ സയൻസും സയൻസും. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ വാങ്ങിയത്. ആ ബുക്കാണ് ഞാൻ 5, 7, 9 പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പിന്നെ ഇപ്പോൾ 6, 8, 10 ടാലൻറ്റിൻ്റെ അറിവിടമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പം എൻ്റെ പുതിയ SCRT. പ്രൈം PSCയുടെ പള്ളിക്കൂടവും അതേപോലെ ടാലൻറ്റിൻ്റെ അറിവിടമാണ്. അപ്പോൾ ഇതിൽ കുറേ സ്കൂൾ ടെക്സ്റ്റ് ഫാക്ട്സിന് പുറമെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ഫാക്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും ചിലതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് മാത്രം ഞാൻ അങ്ങനെ ചെറുതായിട്ട് നോക്കും. അങ്ങനെ പിന്നെ കുറേ എക്സ്പെരിമെൻറ്റിൻ്റെ ഒക്കെ ഉണ്ടാവും സയൻസിലായതുകൊണ്ട്, ഫിസിക്സും കെമിസ്ട്രിയൊക്കെ. അപ്പോൾ അത് ഞാൻ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കാറില്ല കേട്ടോ. പക്ഷെ അതും കൂടി ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ വേഗം അങ്ങോട്ട് ചാപ്റ്റേഴ്സ് കഴിയണം എന്നുള്ളൊരു രീതിക്ക് കുറച്ചങ്ങോട്ട് സ്പീഡിൽ പോയതാണ്. ഇനിയിപ്പോൾ അടുത്ത വട്ടം റിവിഷൻ ചെയ്യുമ്പോൾ അതെല്ലാം വായിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു ദിവസം കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എനിക്കൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു മൺഡേ ആണ് കാര്യമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഉറപ്പാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ട്രിപ്പ് പോവാണ് മൈസൂർക്ക്. അതുകൊണ്ട് തന്നെ
പഠനം എന്തായാലും ഉണ്ടാവില്ല. ട്രിപ്പ് പോകുമ്പോൾ പിന്നെ ബുക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഫോണിൽ ഇയർഫോൺ എടുത്തിട്ട് വണ്ടിയിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ക്ലാസ് കേൾക്കണം എന്ന് തന്നെയാണ് കേട്ടോ. പക്ഷേ നടക്കുമെന്ന് അറിയില്ല. അതാണ് എൻ്റെ പ്ലാൻ. അപ്പം ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് ഇടാം കേട്ടോ. ചിലപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ഇടുണ്ടാവുക. ശരിക്കും സാറുമാരൊക്കെ പറയുന്ന പോലെ നമ്മളെല്ലാം മാറ്റി വെച്ചിട്ട് വേണം പഠനത്തിലേക്ക് ഇരിക്കാൻ. നമ്മൾ ടൂർ പോകുന്നത് നമുക്ക് ജോലി കിട്ടിയിട്ടായാലും പോകാമെന്ന് പറയും. പക്ഷെ കുട്ടികളുടെ ആ ഒരു സമയവും അവരുടെ ഒരു സന്തോഷത്തിനും വേണ്ടിയിട്ട് അതും നമ്മളുടെ ഈ ഒരു കാര്യം സാക്രിഫൈസ് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ. പഠനവും എപ്പോഴും ഒരു കുട്ടികൾ ഉള്ളവർക്ക് അറിയായിരിക്കും. അവരെപ്പോഴും ചോദിക്കും ഇതെന്താ എപ്പോൾ നോക്കിയാലും പഠിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നോട് ചോദിക്കാറുണ്ട്. അവരോട് കളിക്കാൻ വാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതും ഞാനങ്ങനെ ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ പാവം അവരുടെ ഈ ഒരു ചെറുപ്പത്തിലെ കുറച്ച് എൻജോയ്മെൻ്റൊക്കെ അല്ലേ നഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ട് സാരല്ല, ഒരു 2 ദിവസമല്ലേ എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ ആശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് പേടിയുണ്ട്. കാരണം മനസ്സിൽ നല്ല പേടിയുണ്ട് പഠിക്കുന്നില്ലല്ലോ എന്ന്. എന്നാലും പരമാവധി അതെല്ലാം മറന്നിട്ട് നന്നായി എൻജോയ് ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹം. അപ്പം ഇനി കൂടുതൽ വീഡിയോസൊക്കെ വരുന്നുണ്ടാവുക ഒരു മൺഡേക്ക് ശേഷമായിരിക്കും കേട്ടോ. കാരണം ഞാൻ കാര്യമായിട്ട് ഇരുന്ന് പഠിക്കുന്നത് ആ സമയത്തായിരിക്കും. പിന്നെ ഒരു മൺഡേ ട്യൂസ്ഡേ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോവും. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ടൈം കിട്ടും. പക്ഷെ അവിടെ പോയി പഠിക്കാൻ നല്ല മടിയാട്ടോ. അവിടെ അംഗസംഖ്യ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സംസാരിച്ചിരിക്കാനും ഉഴപ്പാനും അതേപോലെ പഠിക്കാനും ആളുണ്ട്. കാരണം പഠിക്കുന്നവർ അവിടെ ഉണ്ട്. എന്നെപ്പോലെ തന്നെ PSC പഠിക്കുന്ന എൻ്റെ കസിൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകിട്ടൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ട് രസകരമായിട്ട് തന്നെ ഈവനിങ്ങിൽ പഠിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴും നടക്കാറില്ല. അധികം അതിനിടയ്ക്ക് സംസാരങ്ങളൊക്കെ വന്നു പോകും, പല രീതിയിലുള്ള സംസാരങ്ങൾ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഇപ്രാവശ്യം നന്നായിരുന്നു പഠിക്കണം. ബുക്സ് എല്ലാം എടുത്തുകൊണ്ട് പോയി പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അവിടെ പോയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും മിക്കവാറും കാണാൻ സാധ്യത. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാൻ പഠിക്കുന്ന വീഡിയോസ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ഒക്കെ ഞാൻ ഇതിലൂടെ കാണിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.